സോഷ്യൽ സ്കൂപ്പ് തുടരുകയാണ്. പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ ഒരു ഇടവേളയായിരുന്നു പുത്തൻപുലരിക്കും അതുപോലെ തന്നെ സോഷ്യൽ സ്കൂപ്പിനും. സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളാണ്. ആദ്യമുള്ളത് ഭിക്കു മാത്രേ, അതായത് മുംബൈ ചാ ഡോൺ എന്നുള്ള ട്വീറ്റ് ഹാൻഡിൽ നിന്നുള്ള എക്സ് പോസ്റ്റാണ്. വഖഫ് അമെൻമെൻറ്റ് വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇതിലുള്ള വ്യവസ്ഥകളാണ് അദ്ദേഹം ആ ട്വീറ്റിലൂടെ ലിസ്റ്റ് ചെയ്യുന്നത്. വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിം അംഗങ്ങളുണ്ടാവും. സർവേ ക്യാരിഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ തന്നെ ഒരു സർവേ വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വഖഫ് ടു ലോസ് ട്രൈ ടു ഡിസൈഡ് വെദർ എനി പ്രോപ്പർട്ടി ഈസ് വഖഫ് അസറ്റ് ഓർ നോട്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ പ്രധാന കാര്യം ഏതാണ് വഖഫിന്റെ ഭൂമി എന്നുള്ളത് വഖഫ് ബോർഡ് തന്നെ അങ്ങ് തീരുമാനിക്കുന്ന മാറ്റിയിട്ട് ജില്ലാ കളക്ടർക്ക് വിട്ടുകൊടുക്കുന്നു. എന്തായാലും വഖഫ് ബോർഡ് വെൽക്കം. അതിനെ പല്ലില്ലാത്ത എന്തായാലും അത് നോക്കാം. അടുത്ത് നോക്കാം. കർണാടക ഉപമുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ വളരെ ഗംഭീരമായ ഒരു പ്രസംഗവും ഒരു അവകാശവാദവും നടത്തി. എല്ലാ അമ്മമാർക്കും മാസം 1000-2000 രൂപ ഗൃഹലക്ഷ്മി പദ്ധതി അനുസരിച്ച് നൽകുന്നു. അവിടെ നിന്ന് പരസ്യപ്രഖ്യാപനം നടത്തി അവിടെ തന്നെ ജനക്കൂട്ടം വിളിച്ചു പറയുന്നു, ഇല്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം ഈ പറയുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. അടുത്ത് നോക്കാം. ഇത് സഞ്ജു വർമ്മയുടേതാണ് അല്ലെ? വിനേഷ് ഫോഗട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി നിൽക്കുന്നത്. അതിലൊക്കെ പ്രധാനം വിനേഷ് ഫോഗട്ട് പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് ഭാരതം കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് കായിക താരങ്ങൾക്ക്, കായിക ലോകത്തിന്. അതല്ല എന്ന് പറയുന്നവരെ ബേവക്കൂഫ് എന്നാണ് ഈ ഒരു എക്സ്പോസ്റ്റിൽ വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നത് ഇപ്പോൾ ഈ ഇന്നലെ മുതൽ തന്നെ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കൂടെ എടുത്ത് നോക്കേണ്ടതിരിക്കുന്നു. ഇത് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചത് വളരെ അനിവാര്യമായ ഒരു സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അടുത്ത് നോക്കാം. ഇത് ജോൺസിന്റെ ഒരു എക്സ്പോസ്റ്റാണ്. മനു ഭാക്കർ, അർജുൻ ബാബുത്ത, ധീരജൻ അങ്കിത, അനന്ത്ജീതൻ മഹേശ്വരി, ലക്ഷ്യ സെൻ, മീരാഭായ് ചാൻ ഇവരെല്ലാവരും ഒളിമ്പിക്സിൽ 4ാമത് ഫിനിഷ് ചെയ്തു എന്നാണ്. പാരീസ് ഒളിമ്പിക്സ് ആർ ഓൾ അബൌട്ട് ഹാർട്ട് ബ്രേക്സ് ഫോർ ഇന്ത്യ. തൊട്ടില്ല എന്നുള്ള മട്ടിൽ ഇതിനപ്പുറം ഒരു തൊടൽ ഇല്ല അല്ലെ? 4ാം സ്ഥാനത്ത് ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ് മെഡൽ നേട്ടം ഉണ്ടാകുമെന്ന് ഈ പറഞ്ഞ എല്ലാ ആളുകളിലും. അതിനൊരു നിരാശയുണ്ട്. അതെ, ഹൃദയഭേദകമായ വാർത്തയാണ് പാരീസിൽ നിന്ന് ഭാരതീയർക്ക് വരുന്നത് എന്നുള്ള ഒരു പോസ്റ്റാണ്. എന്നാണിത്. അടുത്ത് നോക്കാം. 2 പാർട്ടികൾ 2 വീക്ഷണങ്ങൾ അല്ലേ? നോക്കൂ. ബംഗ്ലാദേശ് സിറ്റുവേഷൻ ഹാപ്പൻ ഇൻ ഇന്ത്യ. അതും പറഞ്ഞിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടെയായ സൽമാൻ ഖുർഷീദും ഒപ്പം സൽമാൻ ഖുർഷീദിന്റെ ഈ പ്രസ്താവനയാണ് വിവാദമായത് ഇന്നലെ. അതായത് അവിടെ കലാപമുണ്ടായി, ഉടനെ അവിടുത്തെ രാഷ്ട്രത്തിന്റെ ഭരണകർത്താവ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതും സ്വീകരിച്ചത് ഇന്ത്യയാണ് എന്നൊക്കെയുള്ളത്. എന്നിട്ട് അതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ തുടർച്ചയായി വന്നത് ഇനി ഇന്ത്യയിൽ എന്നുള്ളതാണ് ആ പോസ്റ്റുകൾ. അതായത് ഇവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇത്തരം ഒരു കലാപം ഇവിടെ ഉണ്ടാവുകയും ഇവിടുത്തെ പ്രധാനമന്ത്രി പലായനം ചെയ്യുകയും അതെങ്ങോട്ടേക്കാണ് എന്നുള്ളതൊക്കെയാണ് ചർച്ച. ഇന്ത്യയെ കൂടുതലായിട്ട് ബാധിക്കും എന്ന തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ BJPയുടെ വീക്ഷണം എന്താണെന്ന് കൂടി ഇതിന്റെ സൈഡിൽ കാണാം. ബംഗ്ലാദേശ് പോലെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകാമെന്ന് ഖുർഷീദ് പറയുമ്പോൾ BJP പറയുന്നത്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും നേതാക്കളും പറയുന്നത് 2028 ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തി. പിന്നെ ഇന്ത്യ ഇൻ സ്പേസിലെത്തുന്നു 2025 അടുത്ത വർഷം. 2040 തന്നെ ഇന്ത്യ ഇൻ മൂൺ ചന്ദ്രനിലെത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ, നടക്കാത്ത സ്വപ്നങ്ങൾ, നടക്കുന്ന സ്വപ്നങ്ങൾ. പിന്നെ ഈ മറ്റു സ്വപ്നങ്ങൾ കണ്ടവരുടെയിലേക്ക് ഒരു കാര്യം ഓർക്കുക, പലായനം ചെയ്തവർക്ക് അഭയം കൊടുത്ത ചരിത്രമേ ഭാരതത്തിനുള്ളൂ. പ്രത്യേകിച്ചും ഇന്നത്തെ ഭാരതം, നവകേരളം പോലെയല്ല ഇന്നത്തെ ഭാരതം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു നേതാവ്, നിങ്ങളുടെ ഈ പറയുന്നവരുടെ അടക്കമുള്ള ഒരു നേതാവിനും പലായനം ചെയ്യേണ്ടി വരില്ല രാഷ്ട്രത്തിനൊപ്പം നിന്നാൽ. സോഷ്യൽ സ്കൂപ്പ് ഇന്ന് ഇത്രയേ ഉള്ളൂ. സമയം അതിക്രമിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ സ്കൂപ്പ് സമാപിക്കുന്നു.